ഹലോ ഹായ് ഗൈസ്. അപ്പം ഉച്ചയ്ക്ക് ചോറ് തിന്നാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പം മോന് പാലൊക്കെ കൊടുക്കുന്ന അപ്പോൾ വൈകിട്ടൊരു ചോറ് കഴിക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെയാണ് മുളപ്പിച്ച പയർ കൂടുതലെടുത്തിട്ട് പിന്നെ മോര് കാച്ചിയതുണ്ട്, സവാളയും പിന്നെ വെളുത്തുള്ളിയും അരിഞ്ഞതുണ്ട്, പിന്നെ നെമ്മി മുളകിൽ വെച്ചതും കഷ്ണം പൊരിച്ചതും ഉണ്ട്. മാഷാ അല്ലാഹ് തബാറക്കല്ലാ. കുറച്ച് ചോറ് കൂടുതൽ പയർ കേട്ടോ. പിന്നെ കഴിക്കാനെന്ന് പറഞ്ഞാൽ 2 പഴം കഴിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് അയമോദകത്തിൻ്റെ വെള്ളമുണ്ട്, അയമോദകം. പിന്നെന്താ, ഇത്രയുമാണ് എൻ്റെ വിഭവങ്ങൾ. പിന്നെ ഈ കുടംപുളി ഞാൻ കഴിക്കും. ഇതുകൊണ്ട് ഒരുപാട് മെഡിസിൻ വരെ ഇപ്പോൾ ആയുർവേദത്തിൽ ഇറങ്ങി. വണ്ണം കുറയാൻ നല്ലതാണ്, വണ്ണം ഒതുങ്ങാൻ നല്ലതാണ്. അപ്പം നമ്മളെന്തിനാ അങ്ങനെ ഓരോ പ്രിസർവേറ്റീവ്സും കെമിക്കൽസ് കുറേയൊക്കെ ചേർത്തിട്ടാണ് അവർ ആ പൊടികളൊക്കെ ഉണ്ടാക്കുന്നത്. അതിലും നല്ലത് നമ്മുടെ കറിയിൽ കിടക്കുന്ന കുടംപുളി അങ്ങോട്ട് ചോറിൻ്റെ കൂടെ പുരട്ടി തിന്നാൻ പറ്റുമെങ്കിൽ അങ്ങനെ തിന്നുക, അല്ലെങ്കിൽ അല്ലാതെ തിന്നുക. ഞാൻ തിന്ന് കാണിക്കട്ടെ. പിന്നെ ഇതെല്ലാം കൂടി ദഹിക്കാൻ 2-3 തിന്നാം കേട്ടോ. 3 എടുത്താൽ 3 വന്നപ്പോൾ 1 എടുത്താൽ അവന് കൊടുത്തു. അപ്പം നാച്ചുറൽ ഫുഡ് കഴിച്ചാൽ സുന്ദരിയായിട്ടിരിക്കും, ഒരു അസുഖവും വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽ എപ്പോഴും കയറി ഇറങ്ങേണ്ടി വരും കേട്ടോ. അപ്പം നമ്മുടെ അള്ളാഹു എനിക്ക് തന്ന അറിവാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കയറ്റി വിടണ മക്കളെ, കയറി പോയിക്കോട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഞാൻ ഒരു പിടി കഴിച്ച് കാണിക്കാം. നല്ല പയർ മുളപ്പിച്ച് തന്നെ കഴിക്കണം കേട്ടോ. മത്തി ഉണ്ടായിരുന്നു ഒരു കഷ്ണം, മത്തിയുടെ മുള്ളും തിന്നാം, അത്രക്ക് ഗുണമാണ്. കുടംപുളി കറിക്കകത്ത് കിടന്നാൽ എടുത്ത് കഴിക്കണം. മീനുകൾ ധാരാളം കഴിക്കണം, സാലഡുകൾ നന്നായിട്ട് കഴിക്കണം. നല്ല വോയിസിന് എപ്പോഴും ടങ് ക്ലീനർ ഉപയോഗിച്ച് നമ്മൾ നാക്ക് വടിക്കുക. പിന്നെ ഒരു മനുഷ്യൻ്റെ വൃത്തി എന്ന് പറയുന്നത് കുളിക്കുന്നതിലൂടെ, മൂക്കിൽ അഴുക്ക് കളയുന്നതിലൂടെ, ചെവിക്കകത്ത് അഴുക്ക് കളയുന്നതിലൂടെ, നഖം വെട്ടുന്നതിലൂടെ, പല്ല് വൃത്തിയാക്കുന്നതിലൂടെ. അപ്പോൾ നമുക്കൊരിക്കലും പെട്ടെന്ന് ക്യാൻസർ എന്ന അസുഖമൊന്നും പിടിപെടത്തില്ല. ഓക്കെ, താങ്ക് യു.